ശ്രീ എൻ ശ്രീകുമാർ, എന്താണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മാതൃകാപരമായ നടപടിയാണോ ഇപ്പോൾ കൈക്കൊണ്ടത്? നോക്കൂ അജിംഷാദെ, കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അറിയില്ല. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ ഇല്ല. ഇതാണ് നടപടി. ഈ നടപടി ഈ കോൺഗ്രസ് ഭരണഘടനയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ നടപടിയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയത് ചെറിയ നടപടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ അതിന്റെ ഗൗരവം ഇല്ലാതാക്കുന്നത് നമ്മുടെ CPM നേതാക്കളാണ്. ഇപ്പൊ അല്പം മുമ്പ് തന്നെ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുകയാണ് അതിനൊരു അളവുകോലുണ്ടെന്ന്. അത് എവിടെയാ ഇരിക്കുന്നതെന്ന് കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അതെടുത്ത് കൊടുക്കായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്ന് അളന്നു നോക്കാനായിട്ട്. ഈ ശ്രീകുമാർ സാറും ഈ കോൺഗ്രസിന്റെ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ കണ്ട് ഏകദേശം ആ ഒരു സ്റ്റൈലിലേക്കായല്ലോ പ്രതികരണങ്ങളൊക്കെ. ശ്രീകുമാർ സാർ വളരെ സാത്വികമായി ഞാനെന്ത് ചെയ്യാനാ നിങ്ങളല്ലേ കേൾപ്പിച്ചേ? അല്ല, ഞാൻ വേറെ ഒരെണ്ണം പറഞ്ഞു തരാം സാറേ. അതായത് ഒരു കോൺഗ്രസിന്റെ ഒരു സൈബർ പോരാളി ഇട്ടിരിക്കുന്ന അന്ന് വായിച്ചോട്ടെ. സാറിന്റെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. അവന്തികയുടെ മാത്രമല്ല, തെളിവ് ഇനിയും പുറത്തു വരാനുണ്ട്. മകളുടെ ചാറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതുകൂടി പുറത്തു വന്നാൽ ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. കൊച്ചു താഴെ വീഴുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ബാക്കി കണ്ടില്ലല്ലോ. രാഹുലിന് വേണ്ടിയുള്ള സൈബർ ആക്രമണങ്ങളാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള. അതായത് കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ. പറയൂ സാർ, കംപ്ലീറ്റ് ചെയ്യൂ ശ്രീകുമാർ. അല്ല, ഞാൻ പറഞ്ഞ കേൾക്കൂ. അതായത് കോൺഗ്രസിൽ നിന്നും അയാളെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അല്ല, ജനങ്ങൾക്ക് ചെറിയ മറുപടിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് രാജിവെക്കണം. MLA സ്ഥാനം രാജിവെക്കണം. MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം. അത് അയാൾ തീരുമാനിക്കണം. അത് നമ്മുടെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ധാർമ്മികമായ കാര്യമാണ്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലെന്ന് വിളിച്ചേ. സതീ ദേവിയും അതുപോലെ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പകുതി ഉത്തരേ പറയേണ്ട കാര്യമുള്ളൂ. അത് കേൾപ്പിക്കുകയാണെങ്കിൽ, നിങ്ങളിത് കേൾപ്പിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ 3 പേരും പറഞ്ഞ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലും ഉണ്ടാകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ 3 ടീച്ചർമാർ പറഞ്ഞ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും വേണ്ടത്. സജി ചെറിയാൻ പറഞ്ഞ എന്താണ്? മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറൊരു അളവുകോലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് എങ്ങനെയാണ് താരതമ്യം ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താങ്കൾ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് സഹയാത്രികനാണെങ്കിലും കോടതിയിൽ മറുവശത്ത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം, സമൂഹത്തിന് മനസ്സിലാകും. അതായത് ശ്രീകുമാർ സാർ, കോൺഗ്രസ് സഹയാത്രികനാണെങ്കിലും ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് താങ്കൾ. ഞാനൊരു കാര്യം പറയാം. തൊഴിലിടങ്ങളിലോ ഒന്നിച്ച് ജീവിക്കുന്നവരോ ഒക്കെ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം സ്ത്രീവിരുദ്ധമായ ലൈംഗിക ശ്രമ സംബന്ധമായ കുറ്റകൃത്യങ്ങളുണ്ട്. അത് കുറ്റകൃത്യങ്ങളായി തന്നെയാണ് കാണുന്നത്. അത് ഒരു ഘട്ടത്തിൽ ആരോപണങ്ങളായി എത്തുന്നു. അത് തെളിയിക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. ആ അർത്ഥത്തിൽ നിയമപരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതതിൻ്റെ പ്രോസസ്സാണ്. അവിടെ പാലിക്കേണ്ട ഒന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മുകേഷിൻ്റെ കാര്യം, അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് സിനിമാ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ഒരു ആരോപണമാണ് എത്തുന്നത്. ആ ആരോപണം നടത്തിയ വ്യക്തി ക്രെഡിബിൾ അല്ല. അവർ ഇന്ന് പോക്സോ കേസിൽ മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുകയാണ്. അതൊക്കെ പോട്ടെ, അതൊന്നും വിഷയമല്ല. അത് പക്ഷേ രാഹുലിൻ്റെ വിഷയം ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുലിനെതിരെ ആദ്യം ചില ആരോപണങ്ങൾ എത്തുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങൾ കുറേ ദിവസം രാഹുൽ മിണ്ടാതിരിക്കുന്നു. പിന്നെ അതിനുശേഷം അത് സെറ്റിൽ ചെയ്തു എന്നൊക്കെ അർത്ഥ വാർത്തകൾ വരുന്നു. അന്നൊന്നും നമ്മൾ രാഹുലിനെതിരെ നീങ്ങിയിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ. പക്ഷേ പിന്നീട് രാഹുൽ തന്നെ രംഗത്തെത്തി പറയുന്നു, ഇത് കള്ളക്കഥകളാണ്, എനിക്ക് ഗർഭമുണ്ടായി എന്ന് പറയുന്നു, എനിക്ക് മറ്റൊരു കുട്ടിയിൽ ഗർഭമുണ്ടായിരുന്നു, ഇതൊക്കെ എന്തൊരു കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അതവിടെ തീർന്നു. അതിനുശേഷമാണ് ഒരു പെൺകുട്ടി എത്തി അവർ തുറന്നു പറയുന്നത്. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ, നിരന്തരം ഫ്ലർട്ടിംഗ് സ്വഭാവത്തോടു കൂടിയുള്ള
ചാറ്റുകൾ ചെയ്യുന്നു, അതിൻ്റെ തെളിവ് അടക്കം പുറത്തു വരുന്നത്. ഇത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 2020 മുതൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവ് സഹിതം വിവിധ സ്ത്രീകൾ പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പോലുമല്ല, പിന്നീട് എപ്പോഴാണ് ഗൗരവമായൊരു സാഹചര്യം ഉണ്ടാകുന്നത്? അയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ താൻ ചതിച്ചുണ്ടാക്കിയ ഒരു ഗർഭം ഛിദ്രം ചെയ്യാൻ അവളുടെ സമ്മതമില്ലാതെ ആ MLA പറയുന്ന വാക്കുകൾ, ആ ശബ്ദശകലമാണ് നമ്മൾ കേട്ടത്. ഒന്നല്ല, അത് 2 തവണ എത്തുകയാണ്. അപ്പോൾ വ്യാപകമായി ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായ ഒരു വേട്ടക്കാരനെ പോലെ സ്ത്രീകളെ ഇങ്ങനെ വീഴ്ത്തി പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വരുന്നു, ഗർഭഛിദ്രത്തിൻ്റെ ശബ്ദ സന്ദേശം വരുന്നു. ഇതാണ് അളവുകോൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് സാധാ വരുന്ന ഒരു ആരോപണമോ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുറ്റകൃത്യത്തെ പരിശോധിക്കപ്പെടേണ്ട നിയമപരമായ സാമൂഹികമായ പരിപ്രേക്ഷ്യത്തിൽപ്പെടുന്നതല്ല സർ. അല്ല, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയില്ലേ, വിൻസെൻറ്റിനെതിരെയില്ലേ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു മുകേഷിനെതിരെ ഉണ്ട്, ഓക്കെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതിൽ നിന്നെല്ലാം വ്യതിരിക്തമാകുന്ന ഇത്യാദി മെറിറ്റ് കൊണ്ടാണ്. അത് ശ്രീകുമാർ സാർ ന്യായീകരിക്കരുത്.